കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ട്. ഓരോന്നോരോന്നെടുത്ത് കട്ട് ചെയ്യാം. അത് നമുക്ക് ആവശ്യമില്ലാത്തതാണ്. ഇത് നല്ല മുള്ളുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. ഇങ്ങനെ പിരിച്ചാൽ മതി. ഇങ്ങനെ നടത്തി കൈ കൊണ്ട് തന്നെ ഇങ്ങനെ നടത്തി ഇങ്ങോട്ട് എടുക്കുക. നല്ല കട്ടിയായിരുന്നു. വേണ്ട, ഇത് ആവശ്യമില്ല. ഇതിൻ്റെ പൂവാണിത്. ഇതിൻ്റെ മുള്ളിടാൻ കട്ട് ചെയ്തുകൾ. അപ്പം നേരത്തെ നമ്മൾ കട്ട് ചെയ്ത പോലെ തന്നെ ഇതും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ അങ്ങോട്ട് അടത്തി ഇടുക. 1 കിലോ ഞണ്ട് മേടിച്ചപ്പോഴത്തേക്കും പകുതി വേസ്റ്റും പകുതി സാധനം കിട്ടി. ഇനി നമുക്ക് കുറച്ച് കല്ലുപ്പ് അങ്ങോട്ടിട്ട് നല്ലപോലെ കഴുകിയെടുക്കാം. അപ്പം നല്ല അടിപൊളിയായിട്ട് കഴുകി വൃത്തിയാക്കിയത് നല്ല ഒരു അടിപൊളി ഒരു കറിയൊക്കെ വെച്ചേക്കാം അല്ല. പാടപ്പത്തെ കത്തിക്കിട്ട് ഒരു പാൻ അങ്ങോട്ട് വെക്കാം. ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ഒരു 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഈ പൊടികളൊക്കെ ഇതിൻ്റെ അകത്തിട്ട് എണ്ണ ഒഴിക്കാതെ തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഈ പാൻ്റെ അകത്തുനിന്ന് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഞണ്ട് കറി ഞാൻ ഈ കടായിക്കകത്താണ് ചെയ്യുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകമാണ്. 2 സവോള കൊത്തി അരിഞ്ഞത് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളകും കൂടി ഇതിൻ്റെ കൂട്ടത്തിട്ട് കൊടുക്കുക. കൂട്ടത്തിൽ ഒരു 2 കറിവേപ്പിലയും കൂടെ കൂടി ചേർക്കാം. അടുത്ത് നമുക്ക് 2 തക്കാളി. നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപ്പൊന്നും ചേർത്തിട്ടില്ല. കല്ലുപ്പിട്ടൊക്കെ നമ്മളത് കഴുകി വെച്ചേക്കുന്ന മൂക്കിട്ട് ചേർത്താൽ മതി. ഇപ്പോൾ തൽക്കാലം ഞാൻ അടച്ചു വെക്കുകയാണ്. ഒരു 2 മിനിറ്റ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരിക്കും ഈ പൊടികളങ്ങ് ഇട്ട് കൊടുക്കുക. റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഞണ്ട് ഇതങ്ങോട്ട് പരക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇത്ര വാളംപുളി എടുത്തിട്ടുണ്ട്. അതൊന്ന് പിഴിഞ്ഞ് ആ വെള്ളം കൂടെ നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ടതാണ്. നല്ലപോലെ ഇളക്കി ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവാപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ അങ്ങോട്ട് ചേർക്കുകയാണ്. ഇനി ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം. ഇതിനൊരു 1/2 പാത്രം വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. കാര്യം ഇതൊന്നും മുങ്ങിക്കിടക്കണം. ഒരല്പം ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ നാമിക്ക് അങ്ങോട്ട് വെക്കുക. ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയതിനു ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഒരു രക്ഷയില്ല കേട്ടോ. ഇതിന് മണം അടിച്ചിട്ട് ഞാനൊരു അല്പം എടുത്തൊന്ന് കഴിച്ചു നോക്കട്ടെ. അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഇനി ഒരു 4-5 മിനിറ്റ് കൂടെ ചെറിയ തീയിലൊന്നിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഞണ്ട് കറി ഫൈനലെത്തി റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ രീതി ഒരു ഞണ്ട് കറിയാണ്. ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്തു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.